ഹായ് ഹലോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണിത്. അപ്പോൾ നമ്മൾ അയില മീനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 അയിലയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉലുവ ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഉലുവ മൂത്ത് വരുമ്പോൾ നമ്മൾ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആലപ്പുഴക്കാർക്ക് കുടംപുളി ഇല്ലാത്ത മീൻകറിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറച്ചുമായിരിക്കും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടി കൂട്ടിയിട്ട് മല്ലിപ്പൊടി കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കറിയൊക്കെ അധികം ഇരുന്ന് പോയാലും വളിച്ചു പോകില്ല. അപ്പം നമുക്ക് 2-3 ദിവസമൊക്കെ ഈ കറി വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സവോള, പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കാം. എനിക്ക് തോന്നുന്നത് കോട്ടയം, അതേപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ ഇവിടെയൊക്കെയാണ് കുടംപുളി അധികം ഉപയോഗിക്കുന്നതെന്നാണ്. ബാക്കിയുള്ളിടത്തൊക്കെ പിഴുപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ ടേസ്റ്റാണ് കറിക്ക്. എറണാകുളത്തുകാർ നമ്മൾ വിനാഗിരി ചേർത്തിട്ട് മീൻകറി വെക്കാറുണ്ട്. ഞാനിതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ടേസ്റ്റും അറിയത്തില്ല. മുളക് പൊടിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം, അതായത് മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മൾ ഈ അരപ്പിലേക്ക് നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ നല്ലതുപോലെ അരച്ച് ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കിയെടുക്കാം. മീൻ ആവശ്യമായ പുളി ഇട്ട് കൊടുത്തു. നമ്മൾ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് തിള വന്നതിന് ശേഷം നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം. ഞാൻ മീനിൻ്റെ തല കൂടെ എടുത്തിട്ടുണ്ട്. മീനെല്ലാം പറക്കി ഇട്ടതിന് ശേഷം നമ്മളൊരു തവി എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കുക. ഉപ്പും പുളിയും കറക്റ്റാണോ എന്നറിയാൻ നമ്മൾ കുറച്ച് മീനിൻ്റെ ചാറെടുത്തിട്ട് കൈയുടെ വെള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്തു ടേസ്റ്റ് നോക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും